ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മോട്ടിവേഷന്റെ തന്നെ വേറൊരു ക്ലാസ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹൗ ക്യാൻ വി സ്പീക്ക് ഫ്ലുവൻ്റ്ലി ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഡെയിലി നീഡ്സിന്റെ കാര്യത്തിന്റെ ഒക്കെ ഉള്ള ഇതിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് നല്ലതുപോലെ ഫ്ലുവൻസ് ആയിട്ട് സംസാരിക്കാം എന്നൊക്കെ നമുക്ക് പലർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്. ഇംഗ്ലീഷ് നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സാധ്യമാകും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ വന്നിട്ട് ഞാനൊരു 8 പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്പീക്കിംഗ് ഫ്ലുവൻ്റ്ലി റിക്വയർസ് മച്ച് പ്രാക്ടീസ്. അതായത് നമുക്ക് നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഡെയിലി നല്ലപോലെ ഈച്ച് ആൻഡ് എവറി സെന്റൻസ് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് റിക്വയർസ് കണ്ടിന്യൂസ് സ്പീക്കിംഗ് പ്രാക്ടീസ്. ദി ബെസ്റ്റ് റിസൾട്ട് കം വെൻ യു കമ്മ്യൂണിക്കേറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ കീപ്പ് ഓൺ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മളിപ്പോൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറെ കൂടി ഇമ്പ്രൂവ്മെന്റ് ആവാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് നല്ലപോലെ സംസാരിക്കാനായിട്ടും പറ്റും ഇംഗ്ലീഷ്. നമ്മൾ അതുപോലെ നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കണം. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പം ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. വിത്ത് പീപ്പിൾ വിത്ത് ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഹാബിറ്റ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുക. യു ഹാവ് ടു വർക്ക് റിയലി ഹാർഡ് ഓൺ യുവർ ബാക്ക്. നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ടു അച്ചീവ് ദി ഗുഡ് റിസൾട്ട്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നെങ്കിൽ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് തുടങ്ങണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നമ്മളത് നല്ലതുപോലെ ചെയ്യാം. പിന്നെ ടു അച്ചീവ് ഗുഡ് വൈൽ യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സിറ്റുവേഷനുകളിൽ നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് അറിഞ്ഞിരിക്കണം എങ്ങനത്തെ വേർഡ്സ് എന്തുവാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം 10 പോയിന്റ്സ് ഏതൊക്കെയാണ് വരുന്നതെന്നും. വാച്ച് മോർ ഇംഗ്ലീഷ് മൂവീസ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് മൂവീസ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കാരണം അവർ സംസാരിക്കുന്നത് പോലെ നമുക്കതിൻ്റെ കൂടെ തന്നെ ഇമ്പ്രൂവ്മെന്റ് കിട്ടും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അവർ സംസാരിക്കുന്നത് വാച്ച് ചെയ്യുക, ഫോക്കസ് ചെയ്യുകയും ആ വേർഡ് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗൂഗിളിലോ ഡിക്ഷണറിയിലോ എവിടെയെങ്കിലും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമുക്കത് അങ്ങനെ സ്ഥിരമായിട്ട് മൂവീസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നമുക്കത് സ്ഥിരമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ നോക്കാം. ലുക്ക് ഓൺ ടു ദ മിറർ, ടോക്ക് ഡെയിലി വിത്ത് യുവർ ലൈഫ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് ഡെയിലി വന്നിട്ട് നമുക്ക് മിററിൽ നോക്കി സംസാരിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ ഒത്തിരി എൻ്റെ ക്ലാസ് വീഡിയോസിനോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി നമുക്ക് മിറർ പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പൊ നല്ലതുപോലെ മിറർ പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് കിട്ടാനായിട്ട് നമ്മൾ തന്നെ കണ്ണാടി നോക്കി സംസാരിക്കുക. ഇതിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് തന്നെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാവുന്ന നമ്മൾ എന്തായാലും മേക്കപ്പ് ചെയ്യാനോ ഒരുങ്ങാനോ നോക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ണാടിന് മുന്നിൽ പോകും. ആ സമയത്ത് നമ്മൾ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അതിനുവേണ്ടി സമയം മെനക്കെടുത്താനൊന്നുമില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെയും കൂടി സമയം കിട്ടും. നമുക്ക് അതും കൂടെ ചെയ്യാം. പിന്നെ മേക്ക് എ ഹാബിറ്റ് ഓഫ് സെർച്ചിങ് ന്യൂ വേർഡ്സ് ഫോർ ദിയർ മീനിങ് ഇഫ് യു ഡോണ്ട് ആക്ച്വലി നോ. ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ പുതിയ വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളത് ക്യൂരിയോസിറ്റി ആയിരിക്കും, എന്ത് വേർഡ്സ് ആണ് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് അത് അറിയാനായിട്ടുള്ള ആകാംക്ഷ ഉണ്ട്. നമ്മളിപ്പോൾ പുതിയ വേർഡ്സ് ഒക്കെ സെർച്ച് ചെയ്യുക, അതിന്റെ മീനിങ് കണ്ടുപിടിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ പിക്ക് എ ടോപ്പിക് ഇൻസ്റ്റന്റ്ലി പ്രൊഡ്യൂസ്ഡ് റെക്കോർഡ് ആൻഡ് ലിസൺ ടു വാട്ട് യു സേ. നമ്മൾ പുതിയ ടോപ്പിക് എടുക്കുക, ഏതെങ്കിലും ടോപ്പിക്, ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക. എന്നിട്ട് നമ്മൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ കേട്ട് നോക്കുക, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യാം. ബി പേഷ്യന്റ്. നമുക്ക് നല്ല ക്ഷമ വേണം കേട്ടോ. നമ്മൾക്ക് ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല. ഇപ്പൊ എന്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ക്ഷമ വേണം. ഇപ്പൊ ഇംഗ്ലീഷ് ആദ്യം തന്നെ നമുക്ക് ഫ്ലുവൻസി വരത്തില്ല. നമുക്ക് എത്രയോ മാസങ്ങളൊക്കെ എടുക്കണം. ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചിരിക്കും. ഓരോരുത്തർ ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ചിലർക്ക് ഭയങ്കര ലേറ്റ് ആയിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ഇംഗ്ലീഷിലെല്ലാം സ്റ്റാൻഡേർഡും കൂടി വരുന്നത്. ഓക്കെ, അവർക്ക് സംസാരിക്കാനുള്ള. അപ്പൊ നമുക്ക് നല്ലപോലെ ക്ഷമ വേണം.
ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ലപോലെ നമുക്ക് ക്ഷമ വേണം. പിന്നെ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ടോക്ക് വിത്ത് ഓൾവേസ് ഹാവ് യു സ്പീക്ക് പെർഫെക്റ്റ്ലി ട്രൈ ആൻഡ് ട്രൈ. നമ്മൾ ഒരു ഇത് മടി വിചാരിക്കരുത്, ഹെസിറ്റേറ്റ് വിചാരിക്കരുത്. ഒരു മടി നമ്മളിങ്ങനെ നല്ലതുപോലെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു ഹെസിറ്റേറ്റ് കാണിക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ വരുന്നത് നമ്മളത് പറയാ. ഇപ്പൊ നമുക്ക് തെറ്റാണെങ്കിലും അയ്യോ ഞാൻ പറഞ്ഞ തെറ്റാണ്, ഞാൻ ഇങ്ങനെ പറയും എന്ന് നമുക്ക് ആ ഒരു ചിന്ത പാടില്ല. നമ്മൾ അതുപോലെ ഹെസിറ്റേറ്റ് കാണിക്കരുത്. നമ്മൾ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പറയാനായിട്ട് ശ്രമിക്കും. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും നമ്മൾ. നമ്മൾ ആദ്യം പറയുമ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കും, രണ്ടാമത് അങ്ങനെ പറഞ്ഞാണ് നമുക്കത് മിസ്റ്റേക്കിലേന്ന് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളത് ചെയ്യാം. റീഡ് നോവൽസ് ആൻഡ് സ്റ്റോറീസ്, ഇറ്റ് ബൂസ്റ്റ് ദി പവർ ഓഫ് സെക്ഷൻ ഓഫ് പവർ. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറീസ്, നോവൽസ്, അതായത് കഥകളും പുസ്തകങ്ങളും ഒക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു നോളേജ് കിട്ടും. അപ്പോഴത്തേക്കും നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റും. നമ്മൾ അത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് കുറെ കൂടി പവർ കിട്ടും, ബൂസ്റ്റ് ചെയ്യാൻ. To be fluent, you have to think subconsciously, read more, practice more. നമ്മൾ സബ്കോൺഷ്യസിലായിട്ട് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ സബ്കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പറ്റും. നമ്മളത് പ്രാക്ടീസ് ചെയ്യുക നല്ലപോലെ. ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വായിക്കുക. വായിക്കുന്നതൊക്കെ എത്രത്തോളം നല്ലതാണ്. ഇപ്പം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് വായിച്ചാലും നമ്മൾ മെമ്മറിയിലോട്ട് അത് ഫീഡ് ആവും. അപ്പം നമുക്ക് നല്ലതുപോലെ പ്രാക്ടീസ് കിട്ടും. സോ അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതാണ് ഞാൻ ഇന്ന് പറഞ്ഞ 8 പോയിന്റ്സ്. ഞാൻ ഒന്നും കൂടി പറയാം ഏതൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത്. വാച്ച് മോർ മൂവീസ്, നല്ല മൂവീസ് ഒക്കെ കാണാം, ഇംഗ്ലീഷ് മൂവീസ്. രണ്ടാമത്തെ ലുക്ക് ഓൺ ടു ദ മിറർ, മിററിൽ കണ്ണാടിന്റെ മുന്നിൽ നോക്കിയിട്ട് നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക, മിറർ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മേക്ക് എ ഹാബിറ്റ് ഓഫ് സർച്ചിങ് ന്യൂ വേർഡ്സ്, പുതിയ വേർഡ്സ് കണ്ടുപിടിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങനെ നിങ്ങൾ ചെയ്യാം. പിന്നെ ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാം നല്ലതുപോലെ. നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് നല്ല ക്ഷമ വേണം, പേഷ്യൻ്റ് വേണം. പിന്നെ ഡോൺ ഹെസിറ്റേറ്റ് ടു ടോക്ക് ഓൾവേസ്, ടു സ്പീക്ക് പെർഫെക്റ്റ്ലി. നമുക്ക് മടി വിചാരിക്കുക, നമ്മൾ തന്നെ അങ്ങോട്ട് സംസാരിക്കുക, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ റീഡ് നോവൽസും പുസ്തകങ്ങളും ബുക്കും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ വായിക്കുക. വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇത് വരും, എന്താ നോളേജ് വരും. അപ്പൊ നമുക്ക് വേർഡ്സും വായിക്കുന്ന സെന്റൻസും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫ്ലുവൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ സബ്കോൺഷ്യസ് ആയിട്ട് പറയുന്ന പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ നമുക്ക് എന്തെങ്കിലും വായിച്ചാൽ തന്നെ മെമ്മറിയിൽ ഫീഡ് ആയിരിക്കും. അപ്പൊ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നല്ല രീതിയിൽ തുടരാനും പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നീ പറഞ്ഞ 8 പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നെ ഈസി ആയിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടും എന്നെ ആ ഇതിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ആർക്കും ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതൊരു എന്താ ഭാരമോ ടഫായിട്ടോ തോന്നേണ്ട ആവശ്യമില്ല. ആർക്കും ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. നമ്മൾ അതിൽ തന്നെ കുറച്ച് നിന്ന് കോൺസെൻട്രേഷനോടെ നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.